ഷാർജയിൽ മരിച്ച വിഭജികയുടെ സംസ്കാരം കൊല്ലം കേരളപുരത്തെ വീട്ടുവളപ്പിൽ നടന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിഭജികയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് നിധീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച വിഭജികയുടെ മൃതദേഹം കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി വിഭജികയുടെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. വൈകിട്ടോടെ മൃതദേഹം കൊല്ലം കേരളപുരത്തെ വസതിയിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ജനപ്രതിനിധികളും നാട്ടുകാരും വിഭജികയ്ക്ക് അന്ത്യയാത്ര നൽകി. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വിഭജികയുടെ അമ്മ ഭർത്താവ് നിതീഷിനെതിരെയും കുടുംബത്തിനെതിരെയും പരാതി നൽകിയിരുന്നു. കേസിൽ നിതീഷും സഹോദരിയും നിതീഷിന്റെ പിതാവും പ്രതികളാണ്. നിതീഷിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ച് നിയമ നടപടിക്ക് വിധേയനാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. വിഭജികയുടെ ശരീരത്തിൽ ചില ചതവുകളുണ്ടെന്നും പ്രതിയെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നടപടികൾ ചെയ്തത് RDOയ്ക്ക് വേണ്ടി തഹസിൽദാരാണ് ചെയ്തത്. അതിനകത്ത് പ്രത്യക്ഷത്തിൽ കുറച്ച് ചതവുകളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൗട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകൂ. ഈ മാസം 7-നാണ് വിഭജികയെയും മകൾ വൈഭവിയെയും അൽ നഹദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നിതീഷിന്റെയും ഭർതൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം കാരണമാണ് വിഭജിക ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. 1.5 വയസ്സുകാരിയായ വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നേരത്തെ നടന്നിരുന്നു. ജനം, കൊല്ലം.